ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് ഉള്ള ഒരു ദോശ ഉണ്ടാക്കാം. വളരെ ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് അരിഞ്ഞത്, മല്ലിയില, ഉള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ അരിഞ്ഞത്, ഉപ്പ്, ചാട്ട് മസാല, കുരുമുളകിൻ്റെ പൊടി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആ പൊട്ടറ്റോ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ച ആ പൊട്ടറ്റോ നമുക്കൊരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ തക്കാളിക്കായിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ബാറ്റർ അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. സ്വല്പം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാം. അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് എടുക്കാം. വീണ്ടും ഇതുപോലെ നമുക്ക് ആ ബാറ്റർ ഒരു തവി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം വെന്ത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ആ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, ഹെൽത്തിയുമാണ്. പച്ചക്കറിയെല്ലാം ഇട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് വളരെ
ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. ഇത് ഏതെങ്കിലും നല്ല ഒരു ചട്നിയുടെ കൂടെ കഴിക്കാം, നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.